എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 91, 92, 93 എന്നീ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. ഈ 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ശ്രീകൃഷ്ണനും സത്യയും കൂടിയിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചു വരുമ്പോൾ കൂടെ അർജുനനും ഉണ്ട്. അവർക്ക് നേരെ വലിയൊരു സൈന്യം, രാജാക്കന്മാരുടെ കൂട്ടം വന്ന് ആക്രമിക്കുകയാണ്. സത്യയെ വിവാഹം കഴിച്ചത് അവർക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ കാളകളെ പിടിച്ചു കെട്ടിയത് അങ്ങനെ കാളകളെ പിടിച്ചു കെട്ടിയിട്ട് സത്യയെ വിവാഹം കഴിക്കേണ്ടിയിരുന്നത് തങ്ങളാണ് എന്നുള്ള ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് അവർ ആക്രമിക്കാനായിട്ട് വരുന്നത്. അർജുനൻ അവരോട് നല്ല കനത്ത തിരിച്ച് ഉള്ള മറുപടികൾ കൊടുത്തുവെങ്കിലും അവർ യുദ്ധത്തിനായിട്ട് തന്നെയാണ് വരണതെന്നാണ് ഇവിടെ പറയണത്. എന്തൊക്കെയാണ് അർജുനൻ പറഞ്ഞ് പിന്നെ യുദ്ധത്തിനായിട്ട് ചെയ്തത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോണത് ശ്ലോകങ്ങളിൽ. ആദ്യം 91ാമത്തെ ശ്ലോകം നോക്കാം. തദ്ദൃഷ്ടിപഥമാവൃത്യ സസൈന്യേ മയി തിഷ്ഠതി പലായ്യ പുത്രധാരാണാം മുഖാന്യദ്യൈവ പശ്യത. അർജുനൻ രാജാക്കന്മാരോട് പറഞ്ഞ വാക്യങ്ങളാണ്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. തത് ദൃഷ്ടിപഥം ആവൃത്യ സസൈന്യേ മയി തിഷ്ഠതി പലായ്യ പുത്രധാരാണാം മുഖാനി അദ്യ ഏവ പശ്യത. ഈ രാജാക്കന്മാരിങ്ങനെ തൊട്ടു മുമ്പിൽ ശ്രീകൃഷ്ണനെയും സത്യയെയൊക്കെ ആക്രമിക്കാൻ, അർജുനനെയും ഒക്കെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അവരോട് അർജുനൻ പറഞ്ഞത് ഇതാണ്. തത് എന്ന് പറഞ്ഞാൽ തസ്മാത്, അതുകൊണ്ട് ദൃഷ്ടിപഥമാവൃത്യ സസൈന്യേ മയി തിഷ്ഠതി സതി, എൻ്റെ കൺമുമ്പിൽ എൻ്റെ കണ്ണ് മറച്ചുകൊണ്ട്, എൻ്റെ കാഴ്ചയെ മറച്ചുകൊണ്ട്, അതാണ് പറയണത്. ദൃഷ്ടിപഥം ആവൃത്യ, എനിക്ക് മുമ്പാക്കുള്ള മാർഗം കാണാൻ പറ്റാത്ത വിധത്തിൽ എന്നെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയും സത്യയും അടക്കമുള്ള നഗ്നജിത്തിൻ്റെ സൈന്യങ്ങളെയും ഒക്കെ തടഞ്ഞു നിർത്തുകയാണ്. ഞങ്ങളുടെ കാഴ്ച തടഞ്ഞു നിങ്ങളിങ്ങനെ എതിർക്കാൻ വരികയാണ് എങ്കിൽ, അതാണ് ആവൃത്യ സൈന്യേ മയി തിഷ്ഠതി സതി, നിങ്ങളുടെ സൈന്യത്തോടു കൂടിയിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾക്ക് ഇനി അവസരങ്ങളില്ല. എന്താണത്? പലായ്യ, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഓടിച്ചെന്നിട്ട് പുത്രധാരാണാം മുഖാനി, പുത്രധാരാണാം പുത്രന്മാരുടെയും ധാരങ്ങളുടെയും, പുത്രന്മാർ മക്കൾ, അതുപോലെ തന്നെ ധാരങ്ങൾ, അത് സ്ത്രീ, അതായത് പത്നിയെ കുറിക്കാനുള്ള ഒരു സ്ത്രീലിംഗ പദം ആവേണ്ടതാണ്. പക്ഷേ ധാരങ്ങൾ എന്നുള്ളത് നിത്യബഹുവചനവും പുല്ലിംഗവുമാണ്. ഭാര്യ എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്നെ മറച്ചുകൊണ്ട്, എൻ്റെ കാഴ്ചയെ മറച്ചുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കെതിരായിട്ട്, അതാണ് അർത്ഥം, നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് നിങ്ങളുടെ രാജ്യത്തിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യണം? പുത്രധാരാണാം മുഖാനി അദ്യൈവ പശ്യത, പുത്രധാരാണ, പുത്രന്മാരുടെയും ഭാര്യയുടെയും, ഇനി ഭാര്യമാരുണ്ടെങ്കിൽ അവരുടെയും ഒക്കെ മുഖങ്ങൾ വേണ്ടുവോളം കണ്ടോളൂ. ആ പറയണതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ പോയിട്ട് ഭാര്യമാരുടെയും അല്ലെങ്കിൽ ഭാര്യയുടെയും പുത്രന്മാരുടെയും മക്കളുടെയും മുഖം കണ്ടോളൂ എന്ന് പറഞ്ഞാൽ ഇനി കാണാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അർത്ഥം. അതായത് അർജുനനോട് ആരൊക്കെ എതിരിടുന്നുവോ അവർക്കൊക്കെ അന്ത്യം തന്നെ ഉറപ്പാണ്. അതാണ് അർജുനൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് വാച്യമായിട്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ രാജ്യത്ത് പോയി ഭാര്യയും മക്കളെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് എന്നോട് യുദ്ധം ചെയ്തോളൂ. വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഒരു മോഹം സഫലമാക്കിയിട്ട്, അതായത് മക്കളെയും ഭാര്യയൊക്കെ കണ്ടിട്ട് മരിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയിട്ട്, സംതൃപ്തിയോട് കൂടിയിട്ട് മരിച്ചു പോവാം. വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ എന്നാണ് അർജുനൻ ഇവരോട് പറയണത്. അതാണ് അദ്യൈവ, ഇപ്പോൾ തന്നെ പോയിട്ട് പശ്യത, കണ്ടോളൂ, എന്നിട്ട് എന്നോട് യുദ്ധത്തിന് പുറപ്പെട്ടാൽ മതി. മരണം സുനിശ്ചിതമാണ് എന്നോട് എതിർത്താൽ എന്നർത്ഥം. നമുക്ക് 92ാമത്തെ ശ്ലോകം നോക്കാം. സോപാലംഭമിതി ശ്രുത്വാ വചനം സവ്യസാചിന സമാജസ്സ നരേന്ദ്രാണാം ക്രുദ്ധോ യോദ്ധും പ്രചക്രമേ. പദച്ഛേദം പറയാം, അധികമൊന്നുമില്ല എങ്കിലും. സോപാലംഭം ഇതി ശ്രുത്വാ വചനം സവ്യസാചിന സമാജ സ നരേന്ദ്രാണാം ക്രുദ്ധ യോദ്ധും പ്രചക്രമേ.
ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതോട് കൂടിയിട്ട് അർജുനൻ്റെ വാക്യങ്ങൾ നിർത്തി. എന്നിട്ട് അത് കേട്ടിട്ട് എന്താണ് രാജാക്കന്മാർ ചെയ്തതെന്ന് പറയുകയാണ് സുകുമാരകവി. ഇതി സവ്യസാചിന സോപാലംഭം വചനം ശ്രുത്വ. ഇപ്രകാരമൊക്കെയുള്ള സവ്യസാചിയുടെ സവ്യസാചി എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈകൊണ്ടും അസ്ത്രപ്രയോഗം നടത്തുന്നവൻ, രണ്ട് കൈകൊണ്ടും അസ്ത്രങ്ങളെ പ്രയോഗിക്കാൻ സമർത്ഥനായിട്ടുള്ള ആ അർജുനൻ്റെ സോപാലംഭം വച, വെറും വാക്കുകളല്ല, വീൺവാക്കുകളല്ല, ഉപാലംഭത്തോടു കൂടിയ വാക്കുകൾ. ഉപാലംഭം എന്ന് പറഞ്ഞാൽ കളിയാക്കൽ, നിന്ദ എന്നൊക്കെ അർത്ഥം. നിന്ദയോടുകൂടിയ, കളിയാക്കലോടുകൂടിയ കുത്തുവാക്കുകൾ അത് കേട്ടിട്ട്, സോപാലംഭം വചനം ശ്രുത്വ, അതൊക്കെ കേട്ടിട്ട് സ നരേന്ദ്രാണാം സമാജ, ആ നരേന്ദ്രന്മാരുടെ കൂട്ടം, നരേന്ദ്രന്മാരെ രാജാക്കന്മാരുടെ സമാജം, കൂട്ടം. അപ്പോൾ അതിൻ്റെ വിശേഷണമാണ് സ എന്ന് കൊടുത്തത്. നരേന്ദ്രൻ്റെ അല്ല, നരേന്ദ്രാണാം സമാജ, ആ നരേന്ദ്രന്മാരുടെ കൂട്ടം എന്താണ് ചെയ്തത്? ക്രുദ്ധ യോദ്ധും പ്രചക്രമേ, ഒന്നുകൂടിയും ദേഷ്യം വന്നവരായിട്ട്, അല്ലാണ്ട് തന്നെ ദേഷ്യം വന്നിരിക്കുകയായിരുന്നു, സത്യയെ തട്ടിക്കൊണ്ടു പോണ ഒരു മാനസികാവസ്ഥയായിരുന്നു രാജാക്കന്മാർക്കൊക്കെ. ശ്രീകൃഷ്ണൻ അരുതാത്തതെന്തോ ചെയ്തതുപോലെയാണ് അവരൊക്കെ കരുതി കൂട്ടി വന്നത്. അപ്പോഴാണ് അർജുനൻ്റെ മറുപടി കേട്ടത്. ആ മറുപടി നല്ലവണ്ണം കുത്തുവാക്കുകൾ നിറഞ്ഞതായിരുന്നു. അത് കേട്ടതോട് കൂടിയിട്ട് ഇവരൊക്കെ ഒന്നും കൂടിയും ദേഷ്യം വർദ്ധിച്ചു. അതാണ് ആ സമാജത്തിനൊട്ടാകെ എല്ലാ രാജാക്കന്മാർക്കും ഒരേ സ്വഭാവമായിരുന്നു, ഒരേ ആക്രമണോത്സുകതയായിരുന്നു. അങ്ങനെ യുദ്ധം ചെയ്യാൻ തന്നെ അവർ തീരുമാനിച്ചു. ക്രുദ്ധ, അവരെല്ലാവരും ദേഷ്യപ്പെട്ടിട്ട് യോദ്ധും പ്രചക്രമേ, അർജുനനോട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോട് ഈ കോസലത്തിൽ നിന്ന് വരുന്ന സൈന്യങ്ങളോടൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു എന്നർത്ഥം. അതാണ് യോദ്ധും പ്രചക്രമേ എന്ന്. അതായത് അർജുനൻ പറഞ്ഞത് കേട്ടിട്ട് തിരിച്ചു പോകുമൊന്നുമല്ല ഉണ്ടായത്. ഭാര്യമാരുടെ മുഖം അല്ലെങ്കിൽ മക്കളുടെ മുഖമൊക്കെ കാണാൻ പോയാൽ അത് ഭീരുക്കളുടെ ഒരു സ്വഭാവമാവില്ലേ? അപ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും പോവേണ്ട കാര്യമില്ല, ഇവരെയൊക്കെ ഇപ്പോൾ തോൽപ്പിക്കാം എന്നുള്ള ഒരു അസാമാന്യ ധൈര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ശത്രു സൈന്യങ്ങളൊക്കെ തന്നെ അർജുനനോടും ശ്രീകൃഷ്ണനോടും യുദ്ധം ചെയ്യാൻ ഒരുങ്ങി എന്നാണ് 92-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. 93-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. സംഹർത്തുകാമസർവേഷാം ബലം തത്പൃഥിവീഭൃതാം കൃതാന്തഭ്രൂലതാകൽപ്പം ജിഷ്ണുർഗാണ്ഡീവമാദദേ. ആദ്യം പദച്ഛേദം പറയാം. സംഹർത്തുകാമ സർവേഷാം ബലം തത് പൃഥിവീഭൃതാം കൃതാന്തഭ്രൂലതാകൽപ്പം ജിഷ്ണു ഗാണ്ഡീവം ആദദേ. അർജുനൻ ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചിട്ടും ഉള്ള കാര്യമാണ് പറഞ്ഞത്. അവർക്ക് പേടിയൊന്നും ആയില്ല, അല്ലെങ്കിൽ പേടി വന്നതായിട്ട് അവർ അഭിനയിച്ചില്ല. വലിയ ധൈര്യമുള്ളതുപോലെ ഇവർക്ക് നേരെ എതിരിടാനായിട്ട് പുറപ്പെട്ടു. അതാണ് സർവേഷാം പൃഥിവീഭൃതാം. അങ്ങനെ പുറപ്പെട്ട ആൾക്കാരെ എന്ത് ചെയ്യാനാണ് അർജുനൻ ആരംഭിച്ചതെന്ന് പറയാണ്. സർവേഷാം പൃഥ്വീഭൃതാം, പൃഥ്വീഭൃത്ത് എന്ന് പറഞ്ഞാൽ രാജാവ്, പൃഥ്വീഭൃതാം രാജാക്കന്മാരുടെ, എല്ലാ രാജാക്കന്മാരുടെയും തദ്ബലം, ആ ബലത്തെ, ബലം എന്നുള്ളതിന് സൈന്യം എന്നർത്ഥം, സൈന്യത്തെ മുഴുവനും തന്നെ, എതിരിട്ട് വരുന്ന രാജാക്കന്മാരുടെ സൈന്യങ്ങളെ മുഴുവനും സംഹർത്തുകാമ, സംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ജിഷ്ണു അർജുനനാണ്. കഴിഞ്ഞ ദിവസം 10 പേരുകൾ പറഞ്ഞുവല്ലോ, അതിലൊന്നാണ് ജിഷ്ണു. ജേതും ഇച്ഛു, അതായത് എല്ലാ ദിക്കിലും ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എവിടെ യുദ്ധം ചെയ്താലും ജയിക്കണമെന്ന് മോഹിക്കുന്നവനെയാണ്, ഇച്ഛയുള്ളവനെയാണ് ജിഷ്ണു എന്ന് പറയുന്നത്. ജയിക്കാറുണ്ട് താനും. അങ്ങനെയുള്ള അർജുനൻ എന്ത് ചെയ്തു? കൃതാന്തഭ്രൂലതാകൽപ്പം ഗാണ്ഡീവം ആദദേ. കൃതാന്തഭ്രൂലത, കൃതാന്തൻ അന്തകൻ, കാലൻ എന്നർത്ഥം. കാലൻ്റെ ഭ്രൂലത പോലെയുള്ളതായ, ഭ്രൂലത പുരികക്കൊടി, കാലൻ്റെ പുരികക്കൊടിക്ക് തുല്യമായിട്ടുള്ള, കൽപ്പം എന്ന് വെച്ചാൽ അതിന് സദൃശമായിട്ടുള്ള ഗാണ്ഡീവം. ഗാണ്ഡീവം അർജുനൻ്റെ വില്ലാണ്. അഗ്നി അർജുനന് കൊടുത്ത വില്ലാണ്, വില്ലിൻ്റെ പേരാണ് ഗാണ്ഡീവം എന്ന്. ആ ഗാണ്ഡീവം ഇവരെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഞാൻ കെട്ടി അസ്ത്രം തൊടുത്ത് അതിന് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി. ഗാണ്ഡീവം അതിനായിട്ട് എടുത്തു എന്നർത്ഥം. ആ ഗാണ്ഡീവത്തിനെ എന്തായിട്ടാണ് കവി കൽപ്പിച്ചത്? കാലൻ്റെ പുരികക്കൊടികൾ പോലെ. കാലൻ്റെ പുരികക്കൊടികൾക്ക് എന്താ പ്രത്യേകത?
അതിങ്ങനെ വലിച്ച് മുറുക്കി കെട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യം വന്നിങ്ങനെ വളഞ്ഞാൽ നിൽക്കുക. അതുപോലെ വളച്ച് വച്ചിരിക്കുന്നതായ ഒരു വില്ല്, അതുപോലെ വളച്ച് വച്ചിരിക്കുന്നതായ ഗാണ്ഡീവം. ഇനി കാലനാണ് വന്നിരിക്കണത് എന്നുണ്ടെങ്കിൽ, മറുപുറത്ത് കാലനാണെന്നുണ്ടെങ്കിൽ എത്ര യുദ്ധം ചെയ്തിട്ടും കാര്യമില്ല, മരിച്ചു പോവുക ചെയ്യും. അതാണ് അർജുനൻ കാലസദൃശനായി അവർക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് അർജുനൻ്റെ നോട്ടത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ആ പുരികത്തിൻ്റെ രൂപം ഒക്കെ കാലൻ്റെ വില്ലുമായിട്ട് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അർജുനൻ ഇവർക്കൊക്കെ അന്തകനായി തീർന്നു എന്ന് പറയാനാണ് കവി പുറപ്പെടുന്നത്. അപ്പോൾ ബാക്കി യുദ്ധങ്ങളൊക്കെ അടുത്ത ദിവസം വർണ്ണിക്കാം. ഇന്നത്തെ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തദ്ദൃഷ്ടിപഥമാവൃത്യ സസൈന്യേ മയി തിഷ്ഠതി പലായ്യ പുത്രധാരാണാം മുഖാന്യദ്യൈവ പശ്യത സോപാലംഭമിതി ശ്രുത്വാ വചനം സവ്യസാചിന സമാജസ്സ നരേന്ദ്രാണാം ക്രുദ്ധോ യോദ്ധും പ്രചക്രമേ സംഹർത്തുകാമ സർവേഷാം ബലം തത്പൃഥിവീഭൃതാം കൃതാന്തഭ്രൂലതാകൽപ്പം ജിഷ്ണുർഗാണ്ഡീവമാദദേ. അർജുനൻ വില്ലെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധം വേണോ വേണ്ടയോ എന്നൊന്നുമില്ല, വേണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വികല്പങ്ങളൊന്നുമില്ല. വേണോ വേണ്ടയോ എന്നുള്ള സംശയങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ലാതെയായി. അവർ യുദ്ധത്തിന് തയ്യാറായി എന്നല്ലേ അർത്ഥം. മുന്നറിയിപ്പൊന്നും കൊടുത്തിട്ട് അവർക്ക് യാതൊരു വിലയില്ല എന്നുണ്ടെങ്കിൽ അവരെ ആക്രമിച്ചില്ലാതെയാക്കുക തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് അർജുനൻ ശ്രീകൃഷ്ണന് മുമ്പേ നടക്കുകയാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ അതിന് പുറപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ അർജുനൻ നോക്കണില്ല. അർജുനൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്നാണ് കവി പറയണത്. വളരെ വീരശൂര പരാക്രമിയായിട്ടുള്ള അർജുനനെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങളാണിതൊക്കെ. വീരരസം തുളുമ്പി നിൽക്കുന്ന 3 ശ്ലോകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.